ഇതുപോലെ കൈ എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള നന്നായിട്ടുള്ള തലചൊറിച്ചിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇളകി വീഴക്കും, പിന്നെ അവിടെ ഇവിടെയായിട്ട് തലയിൽ കുറേ കുരുക്കളും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരമാണ് ഈ ഒരു വീഡിയോ. ഹായ് ഹലോ, ദിസ് മിസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്കാൽപ്പിലല്ല, നമ്മുടെ മുടിയുടെ ലെങ്തിലാണ് എണ്ണ തേച്ച് വെച്ചിരിക്കുന്നത്. ഈ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് തലയോട്ടിയിൽ എണ്ണ തേക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ മുടിയുടെ ലെങ്തിൽ എണ്ണ തേക്കണം, കാരണം ലെങ്തിലോട്ട് നമ്മൾ ഹെയർ പാക്ക് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയായാലും ഹെയർ പാക്ക് എങ്ങനെയാണ്, എന്താണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ മുടി ഇങ്ങനെയാണ് കെട്ടി വെച്ചേക്കുന്നത്. മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു സിമ്പിൾ ഹെയർ പാക്കാണ്. ആദ്യത്തത് 1 സ്പൂൺ ഉലുവ എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചേക്കുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അത് 2 3 മതിയായിരിക്കും. അധികം പുളിയില്ലാത്ത തൈരും കൂടെ വേണം നമുക്ക്. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇതിൽ ഉലുവ നിങ്ങൾ കുതിരാൻ വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ ഉലുവ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. തിളപ്പിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കി വന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് അത് തണുക്കാൻ വെച്ചേക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉലുവ വീർത്ത് വരും. അത് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഉലുവ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുള്ളൂ. പിന്നെ ഉള്ളി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തിട്ടേക്കുന്നത്. പിന്നെ എൻ്റെ മുടിക്ക് ആവശ്യമുള്ള അത്ര തൈര് മാത്രമേ എടുക്കുന്നുള്ളൂ. മുടി എന്ന് പറയുമ്പോൾ തലയൊട്ടിക്ക്, എൻ്റെ തല ഇത്തിരി വലുതാണ്, അപ്പോൾ അതിനാവശ്യമുള്ള തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 4 സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് അരച്ച് വരുമ്പോഴത്തേനും ഹെയർ പാക്ക് മുടിക്കുള്ളത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉലുവ കുതിർത്ത് വെച്ച വെള്ളം അപ്പം ആഡ് ചെയ്താൽ മതി. അല്ലാണ്ട് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉലുവ കുതിർത്ത് വെച്ച വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ. തികഞ്ഞില്ലെങ്കിൽ മാത്രം ആ വെള്ളം ആഡ് ചെയ്താൽ മതി. ഇപ്പം അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ചമ്മന്തിയുടെ ഒക്കെ ഒരു പരുവം പോലെ അങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അരച്ച് കഴിഞ്ഞ് ഉടനെ എടുത്ത് തലയിൽ പുരട്ടണമെന്നില്ല. അങ്ങനെ പുരട്ടിയാൽ ചിലപ്പോൾ ഉള്ളി നീരിൻ്റെ ഇത് കാരണം കണ്ണിന് ഇത്തിരി നെരിയാൻ ചാൻസ് ഉണ്ട്. ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വെയിറ്റ് ചെയ്തിട്ട് പുരട്ടിയാൽ മതി. ഞാൻ ഉടനെ എടുത്തങ്ങാണ് പുരട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണ് അത്ര ഇങ്ങനെ പുകച്ചിലായിരുന്നു. ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ തേക്കുമ്പോൾ മാത്രം കണ്ണിച്ചിരി ഒരു നീറ്റൽ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. ബാക്കിലോട്ട് തേക്കുമ്പോൾ നമുക്ക് അങ്ങനെ നീറ്റലൊന്നും വരത്തില്ല കേട്ടോ. ഇതുപോലെ മുടി ഓരോരോ സെക്ഷനായിട്ട് എടുത്തങ്ങ് തേച്ചാൽ മതി. ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ളത് തന്നെയല്ലോ. അതുകൊണ്ട് തേച്ചിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രം എടുത്തപ്പോഴേ എനിക്ക് അങ്ങനെ നീറ്റിൽ ഫീൽ ചെയ്തോളൂ കേട്ടോ. എപ്പോഴും നമുക്ക് അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ ഉള്ളിയുടെ നീറ്റൽ എഫക്റ്റ് അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ അത് ഹെയർ പാക്കിന് നല്ലൊരു ക്വാളിറ്റിയാണ്. ഉള്ളിക്ക് അങ്ങനെ ഒരു നീറൽ എഫക്റ്റ് വരണം, എന്നാലേ നമ്മുടെ ഹെയർ പാക്ക് വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഉള്ളിയാണ് ഈ പറയുന്ന ചൊറിച്ചിൽ, ചാരണം, താരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സാധനം. ഉലുവയും ഒരു ഘടകമാണ്, പക്ഷെ ഉലുവ കൂടുതലും ഇങ്ങനെ തിക്നെസ് വയ്ക്കാനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഉള്ളിയാണ് മെയിനായിട്ട് നമ്മുടെ മുടിയിൽ ഈ താരനും ചൊറിച്ചിലും ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വെക്കുന്നത്. ഇത് ഈ പാക്ക് ഒരു പ്രാവശ്യം ഇട്ടാൽ തന്നെ നമ്മുടെ ആ ചൊറിച്ചിൽ നന്നായിട്ട് മാറും, കംപ്ലീറ്റ് ആയിട്ട് മാറും. ചൊറിച്ചിൽ എഫക്റ്റ് എന്തായാലും മാറും. ഡാൻഡ്രഫ് 1-2 വട്ടമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് മാറും കേട്ടോ. എനിക്ക് കൂടുതലും എപ്പോഴും മുടിയുടെ ഈ ബാക്ക് സൈഡിലാണ് ചൊറിച്ചിൽ അധികമായിട്ട് വരാറ്. കാരണം ഞാൻ എപ്പോഴും കുളിച്ച് കഴിയുമ്പോൾ ഈ ഭാഗം മാത്രം നന്നായിട്ട് ഉണങ്ങാറില്ല. അങ്ങനെ വെള്ളമൊക്കെ ഇരുന്നിരുന്നാണ് ഈ ഒരു ചൊറിച്ചിൽ എഫക്റ്റ് വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പാക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഈ പാക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരു 2 അതിൽ കൂടുതൽ പ്രാവശ്യമൊക്കെ പാക്ക് ഇടാം. ഇല്ല നിങ്ങൾക്ക് ചൊറിച്ചിൽ മാത്രമാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ചൊറിയുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ദിവസം ഈ പാക്ക് ട്രൈ ചെയ്യാം. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. രാവിലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വൈകിട്ട് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആഴ്ചയിൽ എന്നും ഉപയോഗിച്ചോളാനല്ല പറയുന്നത്. ആഴ്ചയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 വട്ടം മാത്രം, അതിൽ കൂടരുത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 4-5 ഒക്കെ അപ്പോൾ നമ്മുടെ ഈ കൃതാവിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ആ സ്ഥലത്ത് എനിക്കിങ്ങനെ കുറേ കുരുക്കളും ഇതുപോലെ ചൊറിച്ചിലും പൊടിയായിട്ട് ഇളകി വരണയൊക്കെ വന്നിട്ടുണ്ട്, ചാരണം വന്നിട്ടുണ്ട്. അന്നേരം എൻ്റെ വീട്ടുകാരെ എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് മുടി അങ്ങ് ഷേവ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ആ ചാരണം വരില്ലല്ലോ. പക്ഷെ നിങ്ങളങ്ങനെ നിങ്ങളുടെ പിള്ളേരെ മുടി സാക്രിഫൈസ് ചെയ്യരുത്. അത് ഭയങ്കര ബോറാണ് കാണാനായിട്ട്. അത് മാത്രമല്ല പിള്ളേരൊക്കെ കളിയാക്കുകയും ചെയ്യും. എല്ലാവരും ടീച്ചേഴ്സ് ഉൾപ്പെടെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു നിൻ്റെ മുടി എവിടെ പോയെന്ന്. നമ്മൾ പിന്നെ വലിയ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. നമ്മളങ്ങനെ ചെയ്താൽ ഷെയിം പപ്പി ഷെയിം ആണല്ലോ. കൊച്ചു പിള്ളേരെ മണ്ടയിലെല്ലാം അങ്ങ് അടിച്ചേൽപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്ക് അരച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് ചുമ്മാ വെട്ടി കളയരുത് കേട്ടോ. പിന്നെ എവിടെയൊക്കെയാണ് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് അവിടെ നമ്മൾ ഇതുപോലെ പാക്ക് നന്നായിട്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പാക്ക് കംപ്ലീറ്റ്ലി ഇട്ടതിന് ശേഷം മുടി കംപ്ലീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. പാക്ക് എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പുവരുത്താനാണ്. പിന്നെ മെയിനായിട്ട് ഈ ചൊറിച്ചിൽ വരാൻ സാധ്യതയുള്ള ഏരിയ ഈ ഭാഗമാണ്, ഉച്ചം തല എന്ന് പറയും. അവിടെയും കൂടെ അധികമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ചെവിയുടെ പിറകെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മുടിയിൽ താരനില്ല, പക്ഷെ പിരികത്ത് ഇങ്ങനെ താരം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ പിരികത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. താരമൊന്നും വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനും എന്നെ കാണാൻ ഒരു ക്രിസ്മസ് പപ്പ ലുക്ക് കാണുമായിരിക്കും. പക്ഷെ നെവർ മൈൻഡ്. അങ്ങനെ ബാക്ക് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടം നമ്മൾ ഒരിടവും ഇടണ്ട. ബാക്കി വന്ന ഹെയർ പാക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. എല്ലായിടത്തെയും താരം പോട്ട്, എല്ലായിടത്തെയും ചൊറിച്ചിലും പോട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെയർ പാക്ക് ഇട്ടിട്ട് മുടിയിൽ ഒരു അരമണിക്കൂർ മാക്സിമം വെച്ചേക്കുക. അത്രയും പറ്റില്ലെങ്കിൽ 15 മിനിറ്റ് എങ്കിലും വെച്ചിരിക്കണം. എന്നിട്ട് ചുമ്മാ വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഉറപ്പായി
ഉറപ്പായിട്ടും ഷാമ്പൂ ഇട്ട് കഴുകണേ. കാരണം തൈരൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു മെഴുമഴ ഒരു ഓയിലി എഫക്റ്റ് ഒക്കെ കാണും. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഷാമ്പൂ വാഷ് കൊടുക്കണേ. ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ ഉറപ്പായിട്ട് ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായവും പറയണം. പിന്നെ നമ്മുടെ ചാലഞ്ച് എങ്ങും പോയിട്ടില്ല, അടുത്ത ആഴ്ച തൊട്ട് ചാലഞ്ച് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.